നിക്കാഹ്, കല്യാണം, സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു. മന്തി വേൾഡ്, ദ അറബിക് കുസീൻ, വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം, നിലമ്പൂർ റോഡ്, കരുളായി, പള്ളിപ്പടി. ചുങ്കത്രയിലെ വീട്ടുമുറ്റത്ത് നിന്ന് ആകാശത്തേക്ക് കൗതുകത്തോടെ നോക്കി നിന്ന ആ കൊച്ചു പെൺകുട്ടി ഇന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ അത്ഭുത രഹസ്യങ്ങളാണ്. പ്രപഞ്ചത്തിന്റെ ലോകത്തിലെവിടെയോ ഒളിച്ചിരുന്ന ഭീമൻ നെബുലയെ കണ്ടെത്തി ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം ചുങ്കത്ര സ്വദേശിനിയായ ഡോക്ടർ രഹന പയ്യശ്ശേരി. സ്പെയിനിലെ CEFCA ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ മലയാളി പോസ്റ്റ് ഡോക്ടറൽ ഫെലോയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയ നെബുലയ്ക്ക് നൽകിയിരിക്കുന്ന പേര് രാജാവ് എന്നാണ്. രഹനയുടെ പേരിലെ രായും പഠനം നടത്തിയ ജവാലംബ്ര ഒബ്സർവേറ്ററിയുടെ ജായും ചേർത്താണ് ഈ പേര് നൽകിയിരിക്കുന്നത്. എനോർമസ് ലൈമൻ ആൽഫ നെബുല എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രപഞ്ചത്തിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഭീമൻ നെബുലയാണിത്. പ്രപഞ്ചത്തിന് ഇന്നുള്ളതിന്റെ 20% മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്തെ, അതായത് 1100 കോടി പ്രകാശവർഷം മുമ്പുള്ള കാഴ്ചയാണിത്. നമ്മുടെ താരാപഥമായ ക്ഷീരപഥത്തിന്റെ 4 ഇരട്ടി വിസ്തൃതിയുണ്ട് രാജാവിന്. ഹൈഡ്രജനും ഹീലിയവും കൂടാതെ ലോഹസമ്പുഷ്ടമായ വാതകങ്ങൾ ഇതിലുണ്ടെന്നും രഹനയും സംഘവും കണ്ടെത്തിയിട്ടുണ്ട്. ജവാലംബ്ര ആസ്ട്രോഫിസിക്സിൽ ഒബ്സർവേറ്ററിയിലെ അത്യാധുനിക ടെലിസ്കോപ്പുകൾ നൽകിയ ഡേറ്റ വിശകലനം ചെയ്താണ് രഹന ഈ നേട്ടത്തിലേക്ക് എത്തിയത്. സ്പെയിൻ, ബ്രസീൽ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ 32 ഗവേഷകരാണ് രഹനയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര സംഘത്തിലുണ്ടായിരുന്നത്. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് ഉയരങ്ങൾ കീഴടക്കിയ കഥയാണ് രഹനയുടേത്. ചുങ്കത്ര മാർത്തോമ കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം കോട്ടയം MG സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി. തുടർന്ന് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൽ PhDയും കരസ്ഥമാക്കി. ചൈനയിലെ ഷാങ്ഹായ് ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയിൽ ഗവേഷണം നടത്തിയ ശേഷമാണ് രഹന സ്പെയിനിലെത്തുന്നത്. ചുങ്കത്ര, തച്ചങ്കോട്, പയ്യശ്ശേരി, തണ്ടുപാറയ്ക്കൽ ഉസ്മാന്റെയും റംലത്തിന്റെയും മകളാണ് ഈ യുവശാസ്ത്രജ്ഞ. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.